ഉഗാണ്ടയുടെ തലസ്ഥാനമേത്? ഒന്ന് ആലോചിക്കണമല്ലേ? പക്ഷേ ഒരാലോചനയുമില്ലാതെ രാജ്യം ഏതാണെന്ന് പറഞ്ഞാൽ തലസ്ഥാനത്തിന്റെ പേര് ഞൊടിയിടയിൽ പറയുന്ന ഒരു കൊച്ചുമിടുക്കനെ പരിചയപ്പെടാം. അമ്മയുടെ ഒക്കത്തിരുന്ന് കുറുമ്പുകാട്ടി നടക്കേണ്ട പ്രായത്തിൽ ഖുറാൻ സൂക്തങ്ങൾ വരെ മനപ്പാടമാക്കി വെച്ചിരിക്കുകയാണ് ആമിഷ്. ആമിഷ് അഥവാ അത്ഭുതബാലൻ. ഓലപ്പന്തും പീപ്പിയും ബലൂണുമൊക്കെയായി കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ഇവിടെ ഒരാൾ ഗ്ലോബിൽ പിടിത്തമിട്ടിരിക്കുന്നു. ഓരോ രാജ്യങ്ങളും അരിച്ചുപെറുക്കി അതിന്റെ തലസ്ഥാനങ്ങളുടെ പേരൊക്കെ പഠിച്ചു വയ്ക്കുന്ന ആമിഷിന് പ്രായം 3 വയസ്സാണ്. സമപ്രായക്കാരുടെ പിടിവാശിയോ കരച്ചിലോ ഒന്നുമില്ല. ഇടയ്ക്ക് ദേഷ്യം വന്നാൽ കുറച്ച് രാജ്യങ്ങളുടെ പേരുകൾ പറഞ്ഞുകൊടുത്താൽ ആള് ഹാപ്പി. തെലങ്കാന, ഹൈദരാബാദ്, കേരള, തിരുവനന്തപുരം, ആസാം, ദിസ്പൂർ, ബീഹാർ, പട്ന, തമിഴ്നാടു, ചെന്നൈ, ഗോവ, പനാജി, കർണാടക, ബാംഗ്ലൂർ, മധ്യപ്രദേശ്, ഭോപ്പാൽ, ജാർഖണ്ഡ്, രാജ്, ഹിമാചൽ പ്രദേശ്, ഷിംല, ത്രിപുര, അഗർത്തല, മഹാരാഷ്ട്ര, മുംബൈ, അരുണാചൽ പ്രദേശ്, ഇറ്റാനഗർ. ബുദ്ധിമികവിന്റെ കാര്യത്തിൽ ഏവരെയും അത്ഭുതപ്പെടുത്തുകയാണ് ആമിഷ്. കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഗ്രഹിക്കാനുള്ള അസാമാന്യ പാഠവുമാണ് ഈ കൊച്ചുമിടുക്കനെ വ്യത്യസ്തനാക്കുന്നത്. 70ഓളം രാജ്യ തലസ്ഥാനങ്ങളുടെയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ തലസ്ഥാന പേരുകളുമെല്ലാം ഗൂഗിളിനേക്കാൾ വേഗതയിൽ ആമിഷ് പറഞ്ഞു കളയും. ശ്രീലങ്ക, കൊളംബോ, നേപ്പാൾ, കാഠ്മണ്ഡു, ഫിലിപ്പീൻസ്, മനില, യുഎഇ, അബുദാബി, ഖത്തർ, ദോഹ, യമൻ, സന, സിംബാബ്വെ, ഹറാരെ, ഒമാൻ, മസ്കത്ത്, യുകെ, ലണ്ടൻ, യുഎസ്എ, വാഷിംഗ്ടൺ ഡിസി, ചൈന, ബീജിംഗ്, ഈജിപ്ത്, ഇറാൻ, കുവൈറ്റ്, ക്രിസ്റ്റി, മെക്സിക്കോ, സിറ്റി, സൗദി അറേബ്യ, റിയാദ്, ജപ്പാൻ, ടോക്കിയോ, ബഹ്റൈൻ, പനാമ, ഉഗാണ്ട, കമ്പാല, അഫ്ഗാനിസ്ഥാൻ, കബൂൾ, മൊറോക്കോ, റാബറ്റ്, ബംഗ്ലാദേശ്, ധാക്ക, വത്തിക്കാൻ സിറ്റി, ഫ്രാൻസ്, പാരീസ്, ഇറ്റലി, റോം, ന്യൂസിലാൻഡ്, ലിങ്കൺ, സിറിയ, ഡമാസ്കസ്, പനാമ സിറ്റി. മലപ്പുറം തിരൂർ സ്വദേശികളായ ആഷിഖ് ഹൈഫ ദമ്പതികളുടെ ഇളയമകൻ ആമിഷിൽ 1 മാസം മുൻപാണ് അസാമാന്യ കഴിവ് പ്രകടമായി തുടങ്ങിയത്. സഹോദരൻ ഡാനിഷിനെ പഠിപ്പിക്കുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കാറുള്ള 3 വയസ്സുകാരൻ ഒരു ദിവസം വീട്ടുകാരെ മൊത്തം ഞെട്ടിച്ചു. ജ്യേഷ്ഠനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തൊട്ടിലിൽ കിടന്നോണ്ട് ഉറുഗ്വേ മുതൽ ഉഗാണ്ട വരെയുള്ള രാജ്യ തലസ്ഥാനങ്ങളുടെ പേരുകൾ മണിമണിയായി പറയുന്നു. എത്ര വേഗത്തിൽ ചോദിക്കുന്നോ അത്രയും വേഗതയിൽ മറുപടി വരും. ബ്രസീൽ, ബ്രസീലിയ, ബൾഗേറിയ, സോഫിയ, ഇറാഖ്, ബഗ്ദാദ്, തായ്ലാൻഡ്, ബാങ്കോക്ക്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്, പോർട്ടിബയ, ദാദ്ര ആൻഡ് നഗർ ഹവേലി, സിൽവസ, ദാമൻ ആൻഡ് ദിയു, ദാമൻ, സിംഗപ്പൂർ, ലക്സംബർഗ്, ഫിജി, സുവ, മൊണാക്കോ, മാലദ്വീപ്സ്, ടുണീഷ്യ, സാൻ മറീനോ, സമോവ, അപ്പിയ, ഗാന, അക്ര, ഗോട്ടിമാല സിറ്റി. കഴിവ് മനസ്സിലാക്കിയതോടെ ജ്യേഷ്ഠനൊപ്പം ആമിഷിനെയും പഠിപ്പിച്ചു തുടങ്ങി. ശകാരിച്ചോ നിർബന്ധിച്ചോ ഒന്നുമല്ല, കളിയിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. ലുലു മാളിൽ റീജിയണൽ ട്രേഡിംഗ് മാനേജരായ ഉപ്പ ആഷിഖാണ് ശരിക്കും പുലിവാല് പിടിച്ചത്. കേട്ടുപോലും പരിചയമില്ലാത്ത രാജ്യങ്ങളുടെ പേര് പറഞ്ഞ് തലസ്ഥാനങ്ങൾ ഏതാ എന്ന് ചോദിച്ച് കരച്ചിൽ തുടങ്ങും. എന്തു ചെയ്യാൻ, പാല് കൊടുത്താലോ താരാട്ടുപാടിയാലോ ഒന്നും മൈൻഡ് ചെയ്യില്ല. ജോലി തിരക്ക് കഴിഞ്ഞ് ഇന്റർനെറ്റൊക്കെ തപ്പി രാജ്യ തലസ്ഥാനങ്ങളുടെ പേരൊക്കെ കണ്ടുപിടിച്ചാണ് വീട്ടിലേക്കുള്ള വരവ്. ചുരുക്കം പറഞ്ഞാൽ പഠിക്കുന്ന കാലത്ത് പോലും ചെയ്യാത്ത ഹോംവർക്കാണ് ഈ ദമ്പതികൾ ഇപ്പോൾ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ അത് ഒരു കളിയിലൂടെയാണ് പഠിപ്പിക്കുന്നത്.
ആ കുട്ടികൾക്ക് തോന്നുന്നില്ല അത് ഒരു മനഃപ്പാടമാക്കുകയാണെന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു കളിയിലൂടെ അവർ കളിക്കുന്ന സമയത്ത് തന്നെ അവർ കളിയിലൂടെയാണ് ഓരോ കൺട്രീസിന്റെ പേര്, ഉഗാണ്ട, അപ്പോൾ അങ്ങനെ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കളിയിലൂടെ പതുക്കെ നമ്മൾ കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നത്. അവർക്ക് ഒരിക്കലും ഫീൽ ചെയ്യാൻ പാടില്ല കുട്ടികൾക്ക് പഠിക്കുന്ന സമയത്ത് മനഃപ്പാടമാക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ബൈഹാർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കുക എന്നുള്ളൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യാറില്ല. അങ്ങനെയാണ് അവർ പെട്ടെന്ന് പിക്ക് ചെയ്യുന്നത്. രാജ്യതലസ്ഥാനങ്ങളുടെ പേരുകൾ മാത്രമല്ല, പിണറായി വിജയൻ മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരുകൾ വരെ മോഡി ഒട്ടും കുറയാതെ ഈ അത്ഭുത ബാലൻ പറഞ്ഞു തരും. നാഷണൽ ആനിമൽ ബംഗാൾ ടൈഗർ, നാഷണൽ ഫ്ലവർ ലോട്ടസ്, നാഷണൽ ഫ്രൂട്ട് മാംഗോ, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, നരേന്ദ്ര മോദി, ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, പിണറായി വിജയൻ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, പ്രണബ് മുഖർജി. ഖുറാനിലെ ആയത്തുകളും സൂറത്തുകളും ആമിഷിന് കാണാപ്പാടമാണ്. മദ്രസയിൽ പോകാനുള്ള പ്രായമാകണമെങ്കിൽ ഇനിയും 3 വർഷം കഴിയണം. അതിനു മുൻപ് തന്നെ സൂറത്തുൽ ബഖറയിലെ സൂക്തങ്ങളെല്ലാം ഈ കൊച്ചുമിടുക്കൻ പഠിച്ചു കഴിഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ഹയ്യുൽ ഖയ്യൂം ലാ തഖൂദു സിനത്തും വലാ നൗം. മൂത്ത മകൻ ഡാനിഷും ഓർമ്മശക്തിയുടെ കാര്യത്തിൽ ഒരു പടി മുന്നിലാണ്. അതുകൊണ്ട് തന്നെ മക്കളെ കൊണ്ട് ഖുറാൻ മനഃപ്പാടമാക്കണമെന്നതാണ് രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഞങ്ങൾക്ക് ഓതുന്നത് കേട്ടിട്ട് അത് പഠിക്കണം, ആ സൂറത്ത് പഠിക്കണം ഉമ്മച്ചിയെ, അല്ലെങ്കിൽ ഉപ്പച്ചി ആ സൂറത്ത് പഠിപ്പിച്ച് കൊണ്ടാന്ന് വന്നിട്ട് അവരെന്നെ സ്വയം ഇൻട്രസ്റ്റ് എടുത്തിട്ട് പഠിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു ആഗ്രഹമുണ്ട്, രണ്ടാളെയും ഖുറാൻ മനഃപ്പാടാക്കിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. 1.5 മണിക്കൂർ നീണ്ട ഷൂട്ടിങ്ങിനിടെ പക്വതയാർന്ന ഒരാളെ പോലെ പെരുമാറിയ ആമിഷിന് ഇതൊക്കെ ടെലിവിഷനിൽ വരുമെന്നറിഞ്ഞപ്പോൾ മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞു. നിങ്ങൾക്കുമാകാം കോടീശ്വരനിലെ സുരേഷ് ഗോപി ആകാനാണ് പോലും ആഗ്രഹം. കണ്ണടയും ജാക്കറ്റുമൊക്കെ ഇട്ട് സ്ലോ മോഷനിൽ ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്താണ് അത്ഭുത ബാലൻ ഞങ്ങളെ യാത്രയാക്കിയത്.